അപ്പോൾ ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ്, കുറച്ച് സബ്സെറ്റ്സ് ഓഫ് ആർ. ഡിറ്റർമിൻ ദ സെറ്റ് എ ഓഫ് all real numbers x such that modulus of 2x plus 3 less than 7. എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഈ സെറ്റ് ഏതാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യണം, കുറച്ചും കൂടെ ഒന്ന് കൃത്യമായിട്ട് ഏതാണ് ഈ സെറ്റ് എന്ന്. അപ്പോൾ നമുക്ക് ഈ ഇനീക്വാളിറ്റി ഒന്നും കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. 2x plus 3 മോഡുലസ് 2x plus 3 ലെസ് ദാൻ 7 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ് അതിൻ്റെ അർത്ഥം? മോഡുലസ് 2x plus 3 ലെസ് ദാൻ 7 എന്ന് പറഞ്ഞാൽ 2x plus 3 അതിൻ്റെ നെഗറ്റീവും അല്ലേ? നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ അതിനകത്ത് നമ്മളോട് ഒരു പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു, മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് ലൈയിങ് ബിറ്റ്വീൻ മൈനസ് സി ആൻഡ് പ്ലസ് സി, then we say that modulus of a is less than or equal to c അല്ലേ? സോ മോഡുലസ് ഓഫ് 2x plus 3 ലെസ് ദാൻ 7 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? 2x plus 3 അതിന്റെ നെഗറ്റീവ് ലെസ് ദാൻ 7 ആണ്. അല്ലെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, രണ്ട് തരത്തിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അതിനെ ഇങ്ങനെ എഴുതാം, 2x plus 3 അതിന്റെ നെഗറ്റീവും ലെസ് ദാൻ 7 ആണെന്ന് പറഞ്ഞാൽ 2x plus 3 ലെസ് ദാൻ 7 ആവണം. നെഗറ്റീവ് ലെസ് ദാൻ 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2x plus 3 ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് 7. ഓക്കെ, ദാറ്റ് മീൻസ് 2x plus 3 is lying between minus 7 and plus 7. ഇതാണ് അതിന്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ നമുക്ക് 3 ഒന്ന് സബ്ട്രാക്ട് ചെയ്യാതെ രണ്ട് സൈഡിൽ. അപ്പോൾ ഐ ക്യാൻ റൈറ്റ് -3 -10 ലെസ് ദാൻ 2x ലെസ് ദാൻ 7 minus 3 4. സോ എക്സ് ഇസ് ലെസ്. അപ്പോൾ ഇനി എന്താണ് എക്സ് കിട്ടാൻ വേണ്ടിയിട്ട്? ഡിവൈഡ് ദിസ് ഇനീക്വാളിറ്റി ത്രൂ ഔട്ട് ബൈ 2. you will get -5 less than x less than 2. അപ്പോൾ കിട്ടിയല്ലോ ഏതാണ് സെറ്റ് എന്ന്? This set A is actually the set of all real numbers lying in between -5 and +2. Actually it is the interval, open interval -5 2. ഇതാണ് A എന്നുള്ള സെറ്റ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. Determine the set B defined by the inequality modulus of x minus 1 less than or equal to x. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ ഇതേപോലെ തന്നെ എടുക്കാം. എന്തെന്ന് എടുക്കും? മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഇതാണൊന്ന് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ്. ഓക്കെ, ഇതൊന്ന് നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരും അല്ലേ? അതായത് ഇതിനെ സ്ക്വയർ ചെയ്താലേ നമുക്ക് പെട്ടെന്ന് ഇതിനെ കിട്ടും. പക്ഷെ എപ്പോഴാണ് ഇത് സ്ക്വയർ ചെയ്യാൻ പറ്റുന്നത് അതൊന്ന് നോക്കേണ്ടി വരും. അതായത് നമുക്കറിയാലോ എ ലെസ് ദാൻ ബി ആണെങ്കിൽ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആയിരിക്കുന്ന എപ്പോഴാണ്? ഇപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിന്റെ കേസിൽ ഇത് ട്രൂ ആവില്ല. കാരണം -1 -2 എന്നെടുത്ത് കഴിഞ്ഞാൽ -2 ഇസ് ലെസ് ദാൻ -1. പക്ഷെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനീക്വാളിറ്റി തിരിഞ്ഞു വരും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇംപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എയും ബിയും പോസിറ്റീവ് ആവണം. ഇഫ് എ ആൻഡ് ബി ആർ ബോത്ത് പോസിറ്റീവ്, then I can say a less than b if and only if a square less than b square. That is correct. ഓക്കെ, ഇത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. റൂട്ട് എയുടെയും റൂട്ട് ബിയുടെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം ഇവിടെ ഉപയോഗിച്ചാൽ, ഇവിടെ മോഡുലസ് പോസിറ്റീവ് ആണെന്നുള്ള കാര്യം ഉപയോഗിച്ചാൽ, മോഡുലസ് സിൻസ് ഈ ഒരു തിയറം ഓർക്കുക, നോട്ട് ദിസ് തിയറം, a less than b if and only if a square less than b square, provided a and b are positive. Since modulus is always positive, since by definition of absolute value function, it is always non-negative. Therefore by theorem
നോൺ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വണ്ണും മോഡുലസ് ഓഫ് എക്സും രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഫോർ എവറി എക്സ്. സോ ദാറ്റ് modulus of x minus 1 less than modulus of x if and only if modulus of x minus 1 square is less than modulus of x square. സ്ക്വയർ ചെയ്യാൻ എനിക്ക് അത് ഇംപ്ലൈ ചെയ്യണം മാത്രമല്ല, ആൻഡ് ഇറ്റ്സ് ഇംപ്ലൈഡ് ബൈ ദിസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇംപ്ലൈ ചെയ്യും സിൻസ് ദ ടേംസ് ആർ ബോത്ത് പോസിറ്റീവ് നോൺ നെഗറ്റീവ്. ഓക്കെ, so I can write this as modulus of x minus 1 square എന്ന് പറഞ്ഞാൽ എന്താണ്? x square minus 2x plus 1 അല്ലേ, a minus b the whole square. Right hand side it is less than x square. So x square again non negative number ആണ്. നമ്മൾ x square subtract ചെയ്താൽ you will get minus 2x plus 1 less than 0. സോ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് minus 2x less than minus 1, or I can write 2x is greater than 1. Okay, that is x is greater than 1 by 2. So this is the set. What is the set B? Set B is nothing but the set of all real numbers greater than 1 by 2. Actually you can write it as 1 by 2 തുടങ്ങി ഉള്ള എല്ലാ റിയൽ നമ്പേഴ്സും. ഇതാണ് ആ സെറ്റ്. ഇത് വേറെ തരത്തിലും വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തത്, സ്ക്വയർ ചെയ്തു അല്ലേ. സ്ക്വയർ ചെയ്യണമെന്ന് തലയിൽ പോയില്ലെങ്കിൽ നിങ്ങൾക്കിത് പല കേസസ് ആയിട്ട് എടുത്ത് ചെയ്യേണ്ടി വരും. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് ആവുന്ന കേസസ് എന്ന് പറഞ്ഞിട്ട് പല കേസസ്, അത് നെഗറ്റീവ് ആവുമ്പോൾ എങ്ങനെയാണ്, 1നേക്കാൾ ചെറുതാവുമ്പോൾ എങ്ങനെയാണ്, 1നേക്കാൾ അത് നിങ്ങൾ ആലോചിച്ച് എഴുതേണ്ടി വരും. കാരണം എക്സ് മൈനസ് 1 പോസിറ്റീവ് ആവുമ്പോൾ നെഗറ്റീവ് ആവുമ്പോഴും എക്സ് പോസിറ്റീവ് ആവുമ്പോൾ നെഗറ്റീവ് ആവുമ്പോഴും പല ഇനീക്വാളിറ്റീനെ പലതരത്തിൽ എഴുതാൻ പറ്റുക അല്ലേ. അപ്പം അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനേലും എളുപ്പം ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ്. സോ ഹിയർ വി യൂസ് ദാറ്റ് റിസൾട്ട്. ഏതാണ്? എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ പ്രൊവൈഡഡ് എ ആൻഡ് ബി ആർ ബോത്ത് പോസിറ്റീവ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് എക്സ് എന്ന് പറഞ്ഞൊരു റാഷണൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഒരു പോളിനോമിയൽ ഡിവൈഡഡ് ബൈ അനദർ പോളിനോമിയൽ വേർ ദ ഡൊമെയിൻ ഇസ് പോസിറ്റീവ് റിയൽ ലൈനിലെ ഒരു ഇൻ്റർവെൽ ആണ്. 2 തുടങ്ങി 3 വരെയുള്ള വാല്യൂസ് ആണ് എക്സിന് അസ്യൂം ചെയ്യാൻ പറ്റുന്ന വാല്യൂസ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻ അപ്പർ ബൗണ്ട് ഫോർ മോഡ് എഫ്. അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. ഏത് എക്സ് എടുത്താലും എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും, മോഡുലസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും എന്ന് പറയാൻ പറ്റുന്ന തരത്തിലൊരു എം കണ്ടുപിടിക്കണം. നമുക്ക് കുറേ ഇനീക്വാളിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ഉണ്ട്, അതിൻ്റെ കുറച്ച് കൊറോളറീസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂസ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടുത്തെ മോഡുലസ്, ഇവിടുത്തെ ഫംഗ്ഷൻ തന്നെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്താ നോക്കാം. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x മൈനസ് 1 ആണ്. ഇതിനാണ് ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ 1 by 1 ഓർക്കുക. മോഡുലസ് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി ആണ്. അല്ല സോറി, ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി ആണ്. സമ്മിന് മാത്രമാണ് അല്ലേ. ഇതൊക്കെ ഈക്വൽ ആണ്. പ്രോഡക്റ്റ് ഒക്കെ പ്രോഡക്റ്റിൻ്റെ മോഡുലസിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എ ബൈ ബിയുടെ എഴുതാം അല്ലേ. എ ബൈ ബി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല, എ ഇൻറ്റു 1 by b ആണ്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് 1 by b, മോഡുലസ് ഓഫ് 1 by b എന്ന് പറഞ്ഞാൽ 1 by അല്ലേ. എനിക്കിത് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതൊക്കെ ട്രൂ ആണ്. സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് മോഡുലസ് ഓഫ് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 2x മൈനസ് 1. ഓക്കെ, അത്രയും കിട്ടി. ഇനി ന്യൂമറേറ്റർ ഒരു സമ്മാണ്. അപ്പോൾ നമുക്കറിയാം മോഡുലസ് ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി. 3 ടേം ആണെങ്കിലും വ്യത്യാസമൊന്നുമില്ല. മോഡുലസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ആണെങ്കിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി സം ഓഫ് ദി മോഡുലൈ. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മുകളിലത്തെ മോഡുലസ് ഓഫ് 2x സ്ക്വയർ
plus 3x plus 1 നെ എനിക്ക് എന്തെന്ന് എഴുതാൻ പറ്റും ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് 2x സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് 3x പ്ലസ് മോഡുലസ് ഓഫ് 1 അല്ലേ. അത് മോഡുലസ് ഓഫ് 2x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. അതങ്ങനെ എഴുതിയാലും മതി. അതുപോലെ തന്നെ 3 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എഴുതാം. 1 ഇൻറ്റു മോഡുലസ് 1 ആണ്. അപ്പോൾ സം ഓഫ് ദി മോഡുലായിട്ട് എഴുതുമ്പോൾ 2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് 3 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇസ് മോഡുലസ് ഓഫ് 2x മൈനസ് 1. അപ്പോൾ നമുക്ക് ഈ എ മൈനസ് ബിയുടെ ഇനീക്വാളിറ്റി വേറെ എന്താ ഉള്ളത്? മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ദി ഡിഫറൻസ്, മോഡുലസ് ഓഫ് ദി ഡിഫറൻസ്. അപ്പോൾ മോഡുലസ് ഓഫ് 2x മൈനസ് 1 എനിക്ക് എന്താ എഴുതാം? ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് 2x മൈനസ് മോഡ് 1 ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ 1 ബൈ എന്ന് എടുത്താലോ? 1 ബൈ എന്ന് എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി നമ്മൾ എഴുതിയോന്ന് അറിയില്ല. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ 1 ബൈ എയോ 1 ബൈ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ബി ആയിരിക്കും. പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിത് പ്രൂവ് ചെയ്യണം. സോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം 1 ബൈ മോഡുലസ് ഓഫ് 2x മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ദിസ് മോഡുലസ് 2x മൈനസ് 1. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഉപയോഗിക്കാം. കാരണം ഡിനോമിനേറ്ററിലാണ് വന്നേക്കണം. ഡിനോമിനേറ്ററിൽ വന്നേക്കുന്നത് വെച്ചാൽ ആക്ച്വലി ഇറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 1 ബൈ മോഡുലസ് ഓഫ് 2x മൈനസ് 1. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു മോഡ് എക്സ് സ്ക്വയർ അവിടെ കിടന്നോട്ടെ 3 മോഡ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ so 1 by mod 2x minus 1 is greater than or less than or equal to 2 and modulus minus 1 modulus of the difference. Okay, modulus of the difference. അപ്പോൾ നമുക്ക് ഇവിടെ ഈ എക്സിൻ്റെ വാല്യൂസ് ഒന്ന് നോക്കാം. എക്സിൻ്റെ വാല്യൂസ് എവിടെ തുടങ്ങി എവിടെ വരെ വേരി ചെയ്യണേ നോക്കാം. എക്സിൻ്റെ വാല്യൂസ് 2 തുടങ്ങി 3 വരെയാണ് വേരി ചെയ്യണേ. 2 തുടങ്ങി 3 വരെയാണ് എക്സ് വേരി ചെയ്യണമെങ്കിൽ മോഡ് എക്സ് എവിടെ തുടങ്ങി എവിടെ വരെ വേരി ചെയ്യും? എക്സ് 2 തുടങ്ങി 3 വരെ വേരി ചെയ്യും. അപ്പോൾ മോഡ് എക്സ് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. എക്സ് ആകെ പോസിറ്റീവ് വാല്യൂസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ മോഡ് എക്സ് എക്സ് തന്നെ ആയിരിക്കും അല്ലേ. എക്സ് എവിടെയാണ്? എക്സ് പോസിറ്റീവ് ആണ്. സോ മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെ ആയിരിക്കും സിൻസ് എക്സ് ഇസ് പോസിറ്റീവ്. അതല്ലെങ്കിൽ അപ്പോൾ നമുക്കിവിടെ മോഡ് എക്സ് എന്ന് പറയുന്നത് 2 തുടങ്ങി 3 വരെ തന്നെയാണ് വേരി ചെയ്യണമെന്ന് പറയാം. പക്ഷേ നെഗറ്റീവ് നമ്പറാണ് പറയുന്നത്. ഇപ്പം -2നും എക്സ് 3നും എടുക്കുകയാണ് എക്സ് എങ്കിൽ മോഡ് എക്സോ? മോഡ് എക്സ് എവിടെയായിരിക്കും? മോഡ് എക്സ് ഹലോ -2നും 3നും ഇടയ്ക്കാണ് എക്സ്. മോഡ് എക്സ് എവിടെ തുടങ്ങി എവിടെ വരെ വേരി ചെയ്യാം? 0 തുടങ്ങി ഉണ്ടല്ലോ 3 വരെ വേരി ചെയ്യാം. ശരിയാണോ? എക്സ് -10നും 5നും ഇടയ്ക്കാണ്. മോഡ് എക്സ് എവിടെ തുടങ്ങി എവിടെ വരെ വേരി ചെയ്യാം? 0 തുടങ്ങി 10 വരെ വേരി ചെയ്യാം. ശരിയല്ലേ? അതായത് എക്സ് എന്നുള്ള വാല്യൂ ഏതെങ്കിലും ഒരു എയ്ക്കും ബിക്കും എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എക്സിന്റെ വാല്യൂ എവിടെ തുടങ്ങി എവിടെ വരെ വേരി ചെയ്യാം? 0 തുടങ്ങി ഇതിൽ രണ്ടിൽ വലുത് ഏതാണോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വലുത് ഏതാണോ അവിടെ വരെ. അതായത് മോഡ് എ ആണോ മോഡ് ബി ആണോ അതിൽ ഏതാണ് വലുത് അതായിരിക്കും മോഡ് എക്സിന് വരാവുന്ന മാക്സിമം പോസിബിൾ വാല്യൂ അല്ലേ. മോഡ് എക്സ് ഇസ് ഓൾവേസ് varies from 0 to k where k is the maximum value of, അതുകൊണ്ടാണ് നമ്മളിവിടെ 5നും 10നും അതിൽ മാക്സിമം 10 വരെ വേരി ചെയ്യാം മോഡ് എക്സ്. ആ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് വാല്യൂയുടെ മാക്സിമം വാല്യൂ എത്രയാണോ അവിടെ വരെ വേരി ചെയ്യാം. മാക്സിമം ഓഫ് മോഡ് എ മോഡ് ബി. ഇവിടെ അത്രയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കാരണം ഇത് പക്ഷെ ഓർത്തിരിക്കണം കേട്ടോ. മോഡുലസിനെ കുറിച്ച് കുറച്ചും കൂടി നിങ്ങളൊന്ന് കാര്യമായിട്ടൊന്ന് ആലോചിക്കണം. ഇവിടെ എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് here x is positive here. എന്താണിത്? x is varying from 2 to 3. So x is positive. So that mod x can be replaced by x. x തന്നെയാണ് mod x എന്ന് പറയുന്നത്. So I can write this is equal to 2
mod x square is x square itself. 3x plus 1 divided by 2x minus 1 in the modulus. അപ്പോൾ ഇത് ഒന്നും സംഭവിച്ചില്ലല്ലേ, മോഡുലസ് എഴുതിയത്. അപ്പോൾ നമുക്കത് അടുത്ത സ്റ്റെപ്പിലാക്കാം. അപ്പോൾ എക്സ് ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇതിനെ ഞാൻ വ്യത്യാസം വരുന്നില്ല. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്തെങ്കിലും അപ്പർ ബൗണ്ട് എഴുതാൻ പറ്റുമോ നോക്കാമേ. ഇപ്പം ഇതിങ്ങനെ നിന്നോട്ടെ, മോഡുലസ് ഓഫ് 2x minus 1. ആ സ്റ്റെപ്പ് വെറുതെ പോയല്ലേ. So this is equal to 2x square plus 3x plus 1 since x is positive. Okay. Now ഇതില് എക്സ് എന്താ വേണ്ടേ, എനിക്ക് അപ്പർ ബൗണ്ട് അല്ലേ വേണ്ടേ. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വേരീസ് ഫ്രം 2 to 3. അപ്പോൾ ഒന്നും കൂടി നിങ്ങളൊന്ന് ആലോചിച്ചോ, എക്സ് വേരീസ് ഫ്രം 2 to 3. ദെൻ എക്സ് സ്ക്വയർ വേരീസ് ഫ്രം 4 തുടങ്ങി 9 വരെ വേരി ചെയ്യാം. അപ്പോൾ 2x square plus 3x plus 1 ഒരു അപ്പർ ബൗണ്ട് പറഞ്ഞേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 into x square എത്ര വരെ വരാം, 2 into 3 square വരെ വേരി ചെയ്യാം. പ്ലസ് അപ്പം അതിന് അപ്പർ ബൗണ്ട് ആണ് അല്ലേ. എക്സ് സ്ക്വയർ എക്സ് വേരീസ് ഫ്രം 2 to 3, എക്സ് is lying between 2 and 3. Then x square varies from 4 to 9 എന്ന് പറഞ്ഞാൽ x square will be always less than 9 അല്ലേ. So I can write 2 into 9 plus 3 into x. X in the upper bound, x is less than or equal to 3. X is less than or equal to 3 plus 1 divided by modulus of 2x minus 1. അത് നമുക്ക് upper bound കണ്ടുപിടിക്കണം. So this is 18 plus 9, 27 plus 1, 28 divided by modulus of 2x minus 1. ഇനി 2x minus 1ൻ്റെയും കൂടി ഒരു എന്താ അപ്പർ ബൗണ്ട് ആണോ വേണ്ടത്, ലോവർ ബൗണ്ട് ആണോ വേണ്ടതെന്ന് വെച്ചാൽ 1/2x minus 1ൻ്റെ അപ്പർ ബൗണ്ട് ആണ് വേണ്ടത്. അതായത് ആക്ച്വലി 2x minus 1ൻ്റെ ഒരു ലോവർ ബൗണ്ട് ആണ് വേണ്ടത്. എക്സ് 2നും 3ക്കും ഇടയ്ക്കാണെങ്കിൽ 2x minus 1 എന്തിൻ്റെയൊക്കെ എവിടെ തുടങ്ങി എവിടെ വരെ വേരി ചെയ്യും എന്ന് ആലോചിക്കണം. അപ്പോൾ 2x എവിടെ തുടങ്ങി എവിടെ വരെ വേരി ചെയ്യും, 4 തുടങ്ങി 6 വരെ വേരി ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2x minus 1 എവിടെ തുടങ്ങി എവിടെ വരെ വേരി ചെയ്യും, 3 തുടങ്ങി 5 വരെ വേരി ചെയ്യും. അപ്പോൾ 2x minus 1 എനിക്ക് ലെസ് ദാൻ 5 എന്ന് എഴുതാം, ഗ്രേറ്റർ ദാൻ 3 എന്ന് എഴുതാം. ഓക്കെ, 2x minus 1 ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കുമെങ്കിൽ 1/2x minus 1 1/2x minus 1 ലെസ് ദാൻ 1/3 ആയിരിക്കും. അത് മതിയാവുമല്ലോ ഇവിടെ അല്ലേ. 2x minus 1 3ക്കും 5ക്കും ഇടയ്ക്കായിരിക്കും എന്നുള്ളത് കൊണ്ട് എനിക്ക് 2x minus 1ൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് 2x minus 1 തന്നെയാണെന്ന് പറയാൻ പറ്റും, കാരണം അത് പോസിറ്റീവാണ്. 3ക്കും 5ക്കും ഇടയ്ക്കുള്ള നമ്പർ പോസിറ്റീവാണ്. അപ്പോൾ എനിക്ക് പറയാം മോഡുലസ് ഓഫ് 2x minus 1 is actually lying between 3 and 5. So modulus of 2x minus 1 is greater than 3, so that 1/modulus of 2x minus 1 is less than 1/3. അത് മതി ഇവിടെ. 1/2x minus 1 ആണ് എനിക്കിവിടെ ഉള്ളത്, that is less than 1/3. So you will get an upper bound 28/3. 28/3 is an upper bound for this function mod of x. മനസ്സിലായോ? 28/3 എങ്ങനെ കണ്ടുപിടിച്ചു? നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ യൂസ് ചെയ്തു. ട്രയാംഗിൾ ഇനീക്വാളിറ്റി യൂസ് ചെയ്തു. മോഡുലസ് ഓഫ് എ ഡിഫറൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ദി മോഡുല യൂസ് ചെയ്തു. പിന്നെ എക്സിൻ്റെ വാല്യൂ പോസിബിൾ വാല്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എക്സ് എൻ്റെ പോസിബിൾ വാല്യൂസ് ആലോചിച്ചു. അതുപോലെ എക്സ് സ്ക്വയറിൻ്റെ പോസിബിൾ വാല്യൂസ് എവിടെയായിരിക്കും എന്ന് ആലോചിച്ചു. 2xൻ്റെ പോസിബിൾ വാല്യൂസ് ആലോചിച്ചു. 2x minus 1ൻ്റെ പോസിബിൾ വാല്യൂസ് ആലോചിച്ചു. അങ്ങനെ കുറച്ചൊന്ന് നോക്കിയിട്ടാണ് ഈ ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിച്ചു.